ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC വിൻസോൺ. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് 9 മുതൽ മാർച്ച് 15 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. 2025 മാർച്ചിൽ ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ചത് അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ. 2025 മാർച്ചിൽ ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ പുരസ്കാരം ലഭിച്ചത് അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ. 2025 മാർച്ചിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായത് ജോയ് മാല്യ ബാഗ്ചി. 2025 മാർച്ചിൽ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായത് ജോയ് മാല്യ ബാഗ്ചി. 2025-26 മണിപ്പൂർ ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2025-26 മണിപ്പൂർ ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അനധികൃത നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുന്നതിനും വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകുന്നതിനും കാലാവസ്ഥാ ഡാറ്റ ഉപയോഗിച്ച് കർഷകരെ പിന്തുണയ്ക്കുന്നതിനുമായി സ്വന്തം ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം അസം. അനധികൃത നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുന്നതിനും വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകുന്നതിനും കാലാവസ്ഥാ ഡാറ്റ ഉപയോഗിച്ച് കർഷകരെ പിന്തുണയ്ക്കുന്നതിനുമായി സ്വന്തം ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് അസം. KSRTCക്കായി നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ 149. KSRTCക്കായി നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പറാണ് 149. വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി വിവ നടത്തുന്ന നദീ ശുചിത്വ യജ്ഞം 44 നദികൾ. വിദ്യാഭ്യാസ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സ്കൂൾ കുട്ടികളെ മുൻനിർത്തി വിവ നടത്തുന്ന നദീ ശുചിത്വ യജ്ഞമാണ് 44 നദികൾ. നബാർഡിന്റെ പദ്ധതി നിർവഹണ ഏജൻസിയാണ് വിവ. വൈഡ് ഇൻസ്പിറേഷൻ വൈഡ് ആസ്പിറേഷൻ എന്നതാണ് വിവയുടെ ഫുൾ ഫോം. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥ ദിയ സലായ്. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയുടെ പേരാണ് ദിയ സലായ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത് KV കുമാരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത് KV കുമാരൻ. സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ സെക്രട്ടറിയായ ആദ്യ വനിത ചിത്ര ചന്ദ്രമോഹൻ. സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ സെക്രട്ടറിയായ ആദ്യ വനിത ചിത്ര ചന്ദ്രമോഹൻ. AI സോഫ്റ്റ്വെയറുകളെയും മോഡലുകളെയും പരിശീലിപ്പിക്കാനുള്ള ഡേറ്റാ സെറ്റുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടൽ AI കോശ. AI സോഫ്റ്റ്വെയറുകളെയും മോഡലുകളെയും പരിശീലിപ്പിക്കാനുള്ള ഡേറ്റാ സെറ്റുകൾ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പോർട്ടലാണ് AI കോശ. അസമിലെ ജാഗി റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. അസമിലെ ജാഗി റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് ആൽഫ്രഡ്. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് ആൽഫ്രഡ്. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദി ബാഴ്സലോണ. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസ് വേദി ബാഴ്സലോണ. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് പ്രണവ് വെങ്കടേഷ്. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് പ്രണവ് വെങ്കടേഷ്. 2026 ഫിഫ പുരുഷ ലോകകപ്പിൽ നിന്നും വിലക്കപ്പെട്ട രാജ്യങ്ങൾ റഷ്യ, പാകിസ്ഥാൻ, കോങ്കോ. 2026 ഫിഫ പുരുഷ ലോകകപ്പിൽ നിന്നും വിലക്കപ്പെട്ട രാജ്യങ്ങളാണ് റഷ്യ, പാകിസ്ഥാൻ, കോങ്കോ. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധന ഓപ്പറേഷൻ ഓയിൽ. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ഓയിൽ. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1925 മാർച്ച് 12. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, കാരണം 2025 ഈ കണ്ടുമുട്ടലിന്റെ 100ാം വാർഷികമാണ്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണി. 2025 വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഗവൺമെന്റ് ഡൽഹി. 2025 വനിതാ ദിനത്തിൽ മഹിളാ സമൃദ്ധി യോജന ആരംഭിച്ച ഗവൺമെന്റ് ഡൽഹി ഗവൺമെന്റ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവാണ് മാധവ് നാഷണൽ പാർക്ക്. അടുത്തിടെ 1000-ലധികം ആൾക്കാരുടെ മരണത്തിന് കാരണമായ സംഘർഷം നടക്കുന്ന രാജ്യം
സിറിയ. അടുത്തിടെ 1000-ലധികം ആൾക്കാരുടെ മരണത്തിന് കാരണമായ സംഘർഷം നടക്കുന്ന രാജ്യമാണ് സിറിയ. 2025 ICC ചാമ്പ്യൻ ട്രോഫി ജേതാക്കൾ ഇന്ത്യ. 2025 ICC ചാമ്പ്യൻ ട്രോഫി ജേതാക്കളാണ് ഇന്ത്യ. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ജോർജിയ വോൾ. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ജോർജിയ വോൾ. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി വി രാമസ്വാമി. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി വി രാമസ്വാമി. ജലാശയങ്ങളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. ജലാശയങ്ങളുടെ 500 മീറ്ററിനുള്ളിൽ സോപ്പുകളുടെയും ഷാമ്പുകളുടെയും വിൽപ്പന നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. റെയിൽവേ ഭേദഗതി ബിൽ 2024 രാജ്യസഭ പാസാക്കിയത് 2025 മാർച്ച് 10. റെയിൽവേ ഭേദഗതി ബിൽ 2024 രാജ്യസഭ പാസാക്കിയത് 2025 മാർച്ച് 10. 2025 പ്രസിദ്ധീകരിച്ച SIPRI റിപ്പോർട്ട് പ്രകാരം 2020-24 കാലയളവിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഉക്രൈൻ. 2025 പ്രസിദ്ധീകരിച്ച SIPRI റിപ്പോർട്ട് പ്രകാരം 2020-24 കാലയളവിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഉക്രൈൻ. ചന്ദ്രന്റെ പരിതസ്ഥിതിയിൽ ഉയർന്ന ഇലക്ട്രോൺ സാന്ദ്രത കാണിക്കുന്നതിനായി കണ്ടെത്തിയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO. ചന്ദ്രന്റെ പരിതസ്ഥിതിയിൽ ഉയർന്ന ഇലക്ട്രോൺ സാന്ദ്രത കാണിക്കുന്നതിനായി കണ്ടെത്തിയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO. ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം സ്കോട്ട്, സ്പേസ് ക്യാമറ ഫോർ ഒബ്ജക്ട് ട്രാക്കിംഗ്. ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ് സ്കോട്ട്. 2025 മൗറീഷ്യസിന്റെ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ ബഹുമതിക്ക് അർഹനായത് നരേന്ദ്രമോദി. 2025 മൗറീഷ്യസിന്റെ ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ ബഹുമതിക്ക് അർഹനായത് നരേന്ദ്രമോദി. ഇത് മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിയാണ്. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് നരേന്ദ്രമോദി. 2025 റാംസർ അവാർഡിന് അർഹയായത് ജയശ്രീ വെങ്കടേശൻ. അടുത്തിടെ മാസത്തിൽ ഒരു ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ച നിർമ്മാണ മേഖലാ കമ്പനി L&T കമ്പനി. അടുത്തിടെ മാസത്തിൽ ഒരു ദിവസം ആർത്തവ അവധി പ്രഖ്യാപിച്ച നിർമ്മാണ മേഖലാ കമ്പനി L&T കമ്പനി. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കുന്നതിനായി പഞ്ചാബ് ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് ഹിഫാസത്ത്. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളെയും കുട്ടികളെയും ശാക്തീകരിക്കുന്നതിനായി പഞ്ചാബ് ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ഹിഫാസത്ത്. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2025 മാർച്ച് 11. ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2025 മാർച്ച് 11. രാജ്യത്ത് സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത് എയർടെൽ. രാജ്യത്ത് സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാറിൽ ഒപ്പുവെച്ചത് എയർടെൽ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡുറ്റർട്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുൻ ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡുറ്റർട്ട്. 2025 IQAir പുറത്തുവിട്ട വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2024 പ്രകാരം ഏറ്റവും മലിനമായ നഗരം ബർണിഹട്ട്. 2025 IQAir പുറത്തുവിട്ട വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് 2024 പ്രകാരം ഏറ്റവും മലിനമായ നഗരം ബർണിഹട്ട്. ആഗോള ഭീകരവാദ സൂചിക 2025 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ബുർക്കിന ഫാസോ. ആഗോള ഭീകരവാദ സൂചിക 2025 പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് ബുർക്കിന ഫാസോ. 2025 മാർച്ചിൽ പാകിസ്ഥാനിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ട്രെയിൻ ജാഫർ എക്സ്പ്രസ്. 2025 മാർച്ചിൽ പാകിസ്ഥാനിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ട്രെയിനാണ് ജാഫർ എക്സ്പ്രസ്. 57ാമത് മൗറീഷ്യസ് ദേശീയ ദിനാഘോഷം 2025 പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പൽ INS ഇംഫാൽ. 57ാമത് മൗറീഷ്യസ് ദേശീയ ദിനാഘോഷം 2025 പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനാ കപ്പലാണ് INS ഇംഫാൽ. 2025 പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് വേദി ന്യൂഡൽഹി. 2025 പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് വേദി ന്യൂഡൽഹി. സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ നിലവിൽ വന്നത് തിരുവനന്തപുരം. സംസ്ഥാനത്തെ ആദ്യ ബുക്ക് വെൻഡിംഗ് മെഷീൻ നിലവിൽ വന്നത് തിരുവനന്തപുരം. ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. ഓ മിസോറാം എന്ന കവിതാ സമാഹാരം എഴുതിയത് PS ശ്രീധരൻപിള്ള. ഓ മിസോറാം എന്ന കവിതാ സമാഹാരം എഴുതിയത്
PS ശ്രീധരൻപിള്ള. വിവാഹശേഷം ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് മാനസിക പീഡനത്തിന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ച കോടതി മധ്യപ്രദേശ് ഹൈക്കോടതി. വിവാഹശേഷം ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് മാനസിക പീഡനത്തിന് തുല്യമാണെന്ന് പ്രഖ്യാപിച്ച കോടതി മധ്യപ്രദേശ് ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിക്കാനൊരുങ്ങുന്ന സംസ്ഥാനം കേരളം. മൗറീഷ്യസിൽ പുതിയ പാർലമെന്റ് മന്ദിരം പണികഴിപ്പിക്കാനായി സഹായിക്കുന്നത് ഇന്ത്യ. മൗറീഷ്യസിൽ പുതിയ പാർലമെന്റ് മന്ദിരം പണികഴിപ്പിക്കാനായി സഹായിക്കുന്നത് ഇന്ത്യ. അടുത്തിടെ രാജ്യത്ത് സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത് ജിയോ. അടുത്തിടെ രാജ്യത്ത് സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങൾ നടപ്പാക്കാൻ സ്പേസ് എക്സുമായി കരാർ ഒപ്പുവെച്ചത് ജിയോ. 2025 QS റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. 2025 QS റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. സ്പാഡെക്സ് ഉപഗ്രഹങ്ങളുടെ അൺഡോക്കിംഗ് പൂർത്തിയായത് 2025 മാർച്ച് 13. സ്പാഡെക്സ് ഉപഗ്രഹങ്ങളുടെ അൺഡോക്കിംഗ് പൂർത്തിയായത് 2025 മാർച്ച് 13. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സയ്യിദ് ആബിദ് അലി. 2025 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സയ്യിദ് ആബിദ് അലി. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും ദളിത് ചിന്തകനുമായ വ്യക്തി KK കൊച്ച്. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും ദളിത് ചിന്തകനുമായ വ്യക്തി KK കൊച്ച്. യൂത്ത് ഐക്കൺ അവാർഡ്സ് 2024-25. വിഭാഗങ്ങളും പുരസ്കാരത്തിന് അർഹരായവരും ആരാണെന്ന് നോക്കാം. കലാ സാംസ്കാരിക വിഭാഗം നിഖില വിമൽ. കായികം സജന സജീവൻ. സാഹിത്യം വിനിൽ പോൾ. കാർഷികം M ശ്രീവിദ്യ. വ്യവസായം സംരംഭകത്വം ദേവൻ ചന്ദ്രശേഖരൻ. മാധ്യമം R റോഷിപാൽ. കലാ സാംസ്കാരിക വിഭാഗം നിഖില വിമൽ. കായിക വിഭാഗം സജന സജീവൻ. സാഹിത്യ വിഭാഗം വിനിൽ പോൾ. കാർഷിക വിഭാഗം M ശ്രീവിദ്യ. വ്യവസായം സംരംഭകത്വം വിഭാഗം ദേവൻ ചന്ദ്രശേഖരൻ. മാധ്യമ വിഭാഗം R റോഷിപാൽ. 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ. വിഭാഗങ്ങളും പുരസ്കാരത്തിന് അർഹരായവരും കൃതിയും നോക്കാം. കഥാ നോവൽ വിമീഷ് മണിയൂർ. കൃതി ഭൂതം. കവിതാ വിഭാഗം പ്രേമജ ഹരീന്ദ്രൻ. കൃതി പൂമാല. വൈജ്ഞാനികം B പത്മകുമാർ. കൃതി പാഠം 1 ആരോഗ്യം. ശാസ്ത്ര വിഭാഗം പ്രഭാവതി മേനോൻ. കൃതി ശാസ്ത്രവികൃതികൾ സുകൃതികൾ കെടുതികൾ. ജീവചരിത്രം ആത്മകഥാ വിഭാഗം നെത്തല്ലൂർ ഹരികൃഷ്ണൻ. കൃതി കുട്ടികളുടെ എഴുത്തച്ഛൻ. വിവർത്തനം പുനരാഖ്യാനം വിഭാഗം സംഗീത ചേനംപുള്ളി. കൃതി വെള്ളത്തിന് നനവുണ്ടായതെങ്ങനെ. നാടകം ഹാജര KM. കൃതി സാക്ഷി. വനിതാ രത്ന പുരസ്കാരം സാമൂഹിക സേവനം T ദേവി സുജാലയം. കായികം K വാസന്തി. പ്രതിസന്ധികളെ അതിജീവിച്ച ജീവിത വിജയം ഷെറിൻ ഷഹാന. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം വിനയ AN. വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതികം നന്ദിനി K കുമാർ. കല PK മേദിനി.